മുണ്ടക്കൈ മേഖലയിലേക്ക് പോയാൽ മാത്രമേ എത്ര ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയൂ. വലിയൊരു ദുരന്തം തന്നെയാണ് ചൂരൽമലയിൽ സംഭവിച്ചിരിക്കുന്നത്. വലിയൊരു പ്രദേശം ഒലിച്ചു പോയിരിക്കുന്നു. പുത്തുമലയ്ക്ക് തൊട്ടടുത്തുള്ള പ്രദേശമായതുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നീക്കങ്ങളിലൊക്കെ ആയിരുന്നു ആളുകൾ ഏർപ്പെട്ടിരുന്നത്. അവിടെ സ്കൂളിൽ ക്യാമ്പ് തന്നെ തുറന്നിരുന്നു. പക്ഷേ ആ സ്കൂളടക്കം ഒലിച്ചുപോയി എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് ആ ക്യാമ്പിൽ നിന്നും ആളുകളെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ആ നിലയ്ക്കുള്ള ഒരു വലിയ ദുരന്തവും ഒഴിവായത് എന്നാണ് ബാബു മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റാണ്. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം വിശദീകരിക്കുന്നത്. 7 മരണമാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. 7 മരണം സ്ഥിരീകരിച്ച് 8 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണസംഖ്യ മുകളിലേക്ക് പോകുന്നത് ഒട്ടും ആശാവഹമായ കാര്യമല്ല. അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് സങ്കടകരമാണെങ്കിലും 8 മരണമാണ് ഇപ്പോൾ വയനാട് ചൂരൽമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗൗതം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. ഗൗതം, രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ ഇപ്പോഴും ആയിട്ടില്ല. കാരണം അവിടേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും 8 മരണം ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാമാണ് വിവരങ്ങൾ? രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ വലിയ ആശങ്ക ആ പ്രദേശത്തെ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഇരയായവർ പ്രകടിപ്പിക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ നമ്മൾ സംരക്ഷണം ചെയ്തിട്ടുള്ള വാർത്തകളിലും പ്രതികരണങ്ങളിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. അത് ഏതാണ്ട് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വെളിച്ചം വന്നതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനത്തിന്റെയും വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹർഷൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ 8 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും ഈ തെരച്ചിലുമെല്ലാം ചൂരൽമല ഭാഗത്താണ്. ചൂരൽമല ടൗണിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴുള്ള തിരച്ചിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ ഒരു ദുരന്തം അവിടെ ഉണ്ടായി എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ആ സ്കൂളിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ സ്കൂൾ പൂർണ്ണമായും ഏകദേശം തകർന്ന് മണ്ണിനടിയിൽ പോകുന്ന നിലയിലേക്ക് തന്നെ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൂരൽമല മേഖലയിലേക്ക് എത്തിപ്പെടാൻ ഒരൊറ്റ റോഡാണ് ഉണ്ടായിരുന്നത്. ഈ റോഡിന് അപ്പുറം, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിനും ഉരുൾപൊട്ടൽ ഉണ്ടായതിനും അപ്പുറമാണ് മുണ്ടക്കൈ വരുന്നത്. ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകണമെന്ന് തുടക്കം മുതൽ തന്നെ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പല പ്രതികരണങ്ങൾക്കകത്തും മണ്ണിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന പാകത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട് എന്നും അവരെ അധികം വൈകാതെ രക്ഷപ്പെടുത്തണമെന്നും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇതിൽ എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ മുണ്ടക്കൈ മേഖലയിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ കണ്ടെത്തുന്നതിന്, അവരെ രക്ഷിച്ചെടുക്കുന്നതിന് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. ഒപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ അപകടത്തെ അതിജീവിച്ച, ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മനുഷ്യർ, അവരെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ചികിത്സ നൽകുന്നത് എന്ന് സംബന്ധിച്ചതും വലിയ ആശങ്ക നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മളോട് രക്ഷാപ്രവർത്തകർ നൽകിയ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാക്കിയത്, പലരെയും മണ്ണിൽ പുതഞ്ഞ നിലയിലാണ് കൊണ്ടുവരുന്നത്. ഇവരുടെ മൂക്കിലും അതോടൊപ്പം തന്നെ ചെവിയിലുമൊക്കെ മണ്ണ് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രാഥമികമായ ഒരു ചികിത്സ നൽകി ഇത് പരിഹരിച്ചിട്ട് വേണം ഇവരെ ദൂരെയുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് സംബന്ധിച്ചുള്ള തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ രക്ഷാപ്രവർത്തകർ തന്നെ പറയുന്നത്, സമീപത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു പ്രാഥമിക ചികിത്സ നൽകാൻ വേണ്ടി 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ളവരെങ്കിലും അവിടെ എത്തിക്കണമെന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കവും അവിടെ നടന്നതായി ഇതുവരെയും നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി രാവിലെ മുതൽ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോഴും ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ അപകടം എത്രമാത്രം ഭീതിതമാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴാണ് ധാരണയുണ്ടാകുന്നത്. രാവിലെ ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി നിന്നത് മഴയും അതോടൊപ്പം തന്നെ ഈ ചൂരൽമലയിലെ പാലം ഒലിച്ചു പോയതുമാണ്. പാലം ഒലിച്ചു പോയതോടുകൂടി അവിടേക്ക് വണ്ടികൾ എത്തിച്ചിറങ്ങി. രക്ഷിച്ചെടുക്കുന്നവരെ കൊണ്ടുവരാനുള്ള വണ്ടികൾ എത്തിക്കുന്നതിന് ഉൾപ്പെടെയുള്ള
കാര്യങ്ങളിൽ പ്രശ്നം നിലനിന്നിരുന്നു. ആംബുലൻസ്, JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തുന്നതിൽ പര്യാപ്തമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകർ രക്ഷിക്കുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ റോഡിൽ പുതുവയിൽ ഉൾപ്പെടെ വെള്ളം കയറി റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നിലനിന്നിരുന്നു. അതിൽ ഒരു പരിധിവരെ ഇപ്പോൾ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചൂരൽമലയിൽ നിന്നും രക്ഷാപ്രവർത്തകർ അതിസാഹസികമായി ആളുകളെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മണ്ണിടിയിൽപ്പെട്ടവരെ, ഈ പുഴയ്ക്ക് അക്കരെ കുടുങ്ങിപ്പോയ, അതായത് ഈ മണ്ണൊലിപ്പ് ഉണ്ടായ പ്രദേശത്തിന് അക്കരെ കുടുങ്ങിപ്പോയ ആളുകളെ, കുട്ടികളെ, വയസ്സായവരെ, ഇവരെയൊക്കെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പ്രതീക്ഷാവഹമായ ഒരു കാഴ്ച നമുക്കുണ്ടെങ്കിലും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് വലിയ ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ചൂരൽമലയിൽ ഇത്തരത്തിലാണ് അപകടം ഉണ്ടായിട്ടുള്ളതെങ്കിൽ മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നത് സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്ക തന്നെ വേണ്ടിവരും. പ്രത്യേകിച്ച് ഒന്നിലധികം തവണ ഉരുൾപൊട്ടിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചൂരൽമലയിൽ ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. മുണ്ടക്കൈയോട് സമീപം ഉണ്ടായിട്ടുള്ള വിലങ്ങാടിലും ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അവിടെയും ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നിലധികം തവണ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നും വനത്തിനുള്ളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നും റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. വിലങ്ങാടിലെ വായാട് കോളനി അത് ഒറ്റപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്നത് ഈ മുണ്ടക്കയത്തേക്ക് എത്തിച്ചേരുന്നുള്ള റോഡ് തന്നെയാണ്. ഈ റോഡിന് ചൂരൽമല ഭാഗത്ത് മണ്ണിടിഞ്ഞതോടെ മുണ്ടക്കൈയിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും അടഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയുള്ളവരെ എങ്ങനെ കണ്ടെത്തും എന്ന് സംബന്ധിച്ച്, ഇവർക്ക് എപ്പോഴായിരിക്കും രക്ഷാപ്രവർത്തകർ അവർക്ക് എത്തിച്ചേരാൻ കഴിയുക എന്ന് സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവർ ആവശ്യപ്പെടുന്നതും ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരു വശത്ത് രക്ഷാപ്രവർത്തനം നടത്തി മുഴുവൻ ആളുകളെയും രക്ഷിക്കാനുള്ള നീക്കം നടക്കുമ്പോഴും ഇത്തരം ചില വെല്ലുവിളികൾ, ചില സാഹചര്യങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഹർഷൻ.